ഒരു ചിന്തയിൽ എഴുതിയൊരു ലേഖനം ഞാൻ വായിച്ചു. അതിൽ അവർ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. സംസാര ശൈലി, നമ്മുടെ പ്രവർത്തന ശൈലി, ആളുകളോടുള്ള പെരുമാറ്റം, ജീവിത ശൈലി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പിണറായിക്കുള്ള സന്ദേശമാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ പിണറായിക്ക് മാത്രമുള്ള സന്ദേശമല്ല, MA ബേബിക്കുള്ള സന്ദേശമാണ്, MV ഗോവിന്ദനുള്ള സന്ദേശമാണ്, പാർട്ടിക്കാർക്ക് മുഴുവനുള്ള സന്ദേശമാണ്. പക്ഷെ ഇതൊരു പൊതു സന്ദേശമാണ്. പാർട്ടി തോറ്റു എന്ന് പറഞ്ഞാൽ ദയനീയമായി തോറ്റു എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് പാർട്ടി തോറ്റിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുള്ളത് 1977 77 പാർട്ടിക്കുണ്ടായ ദയനീയമായ പരാജയം. അന്ന് CPI കൂടിയില്ല. 29 സീറ്റാണ് CPM-നും, അന്നത്തെ ചെറിയ ഘടകകക്ഷി, അത് ഒരാളൊന്നും രണ്ടൊക്കെ ഉള്ളൂ, ആരുമില്ല, 29 സീറ്റാണ് കിട്ടിയത്. ഇത്തവണയും CPM-ന് കിട്ടിയത് 29 സീറ്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 1977 കേരളത്തിലെ CPM മാറിപ്പോയി. അതിനുശേഷം പിന്നെ CPM രക്ഷപ്പെടുന്നത്, CPI വരുന്നു, കോൺഗ്രസിലൊരു വിഭാഗം, കേരള കോൺഗ്രസിലെ വിഭാഗം, അങ്ങനെ LDF എന്ന് പറഞ്ഞൊരു വേറൊരു മുന്നണി ഉണ്ടാക്കിയിട്ടാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ മുന്നണി ഇനി എങ്ങനെ തുടരും? ജോസ് കെ മാണി ഇനി ഉണ്ടാവുമോ? NCP ഇനി ഉണ്ടാവുമോ? അവരൊക്കെ ഉണ്ടാവുമോ എന്നറിയില്ല. CPI തന്നെ എത്ര കാലം ഉണ്ടാവും എന്നുള്ളതൊക്കെ ചരിത്രം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ പ്രശ്നം, ഈ പരാജയം എങ്ങനെയാണ് പാർട്ടി വിലയിരുത്തുന്നത്? ഒരുപാട് ചർച്ചകൾ നടന്നു. എന്താ പറയാ, മറ്റേ കോൾ നമ്പറൊക്കെ തന്നു, വേണേ വിളിച്ച് പാർട്ടിയെ തെറി പറയാന്ന് പറഞ്ഞു. പല തലങ്ങളിൽ ചർച്ച നടന്നു. പത്രങ്ങളുടെ റിപ്പോർട്ടുകളാണ്. നമ്മൾ ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. ചർച്ചകളിൽ മിക്കതിലും ഉയർന്നു വന്ന ഒരു കാര്യം, ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ഒരു ശൈലി തന്നെയാണ്. LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിച്ചാലും ഒരാളുടെ പടല്ലേ വെച്ചില്ല. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. P. രാജീവന് പരസ്യമായി പറയേണ്ടി വന്നു, മറ്റാരുണ്ട് എന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധമായി ജനങ്ങൾ എടുത്തു. എന്റെ ചോദ്യം, അതുപോലെ മറ്റു കാര്യങ്ങൾ, വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. PM ശ്രീ ഒപ്പിട്ട കാര്യം ഇതൊക്കെ വരുന്നുണ്ട്. വലിയ വിഭാഗം ജനങ്ങളെ വെറുപ്പിച്ച കാര്യം, പോലീസിന്റെ നടപടിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ പാർട്ടിക്കകത്ത് ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നില്ലേ, P. രാജീവ് ഉണ്ടായിരുന്നില്ലേ, M. സ്വരാജ് ഉണ്ടായിരുന്നില്ലേ, MV ഗോവിന്ദൻ സെക്രട്ടറി ആയിരുന്നില്ലേ, ഇതിന് MA ബേബി പോളിറ്റ് ബ്യൂറോയിലും ഇപ്പം ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു? ഇപ്പൊ ശൈലജ ടീച്ചർ ധൈര്യമായി പറയുന്നത് എനിക്കറിയില്ല പാർട്ടിയുടെ അകത്തുള്ള പുതിയ എക്വേഷൻസ് എങ്ങനെയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, എന്നെ ഞെട്ടിച്ച ഒരു കാര്യം, എന്റെയൊക്കെ പഴയ നേതാവായിരുന്നു സഖാവ് MA ബേബി തിരുവനന്തപുരത്ത് നടത്തിയ നാറിയൊരു തിരുവാതിര കളിയുണ്ടല്ലോ. കാരണഭൂതൻ, ലോകമെങ്ങും കമ്മ്യൂണിസം പടരാൻ പിണറായി വിജയൻ എന്നല്ലാതെ വേറെ ആരുണ്ടെന്ന് ചോദിച്ചൊരു പാട്ട് പാടിയപ്പോ നിർത്ത് എന്നൊരു വാക്ക് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിന് കൈയടിച്ച് താളം പിടിച്ച് പ്രോത്സാഹിപ്പിച്ച ആളാണ് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി. എവിടെ വരെ പോകുന്നത്? ആര് തിരുത്തും? മുമ്പ് പാർട്ടിക്കകത്ത് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ട് ചേരിയാണ് ഉണ്ടാവാറുള്ളത്, പലതരത്തിൽ. അതിപ്പോ MVR-ഉം അച്യുതാനന്ദനും, EMS-ഉം ഗൗരിയമ്മയും, അല്ലെങ്കിൽ അച്യുതാനന്ദനും ഗൗരിയമ്മയും, അല്ലെങ്കിൽ ബാലാനന്ദനും അച്യുതാനന്ദനും, അങ്ങനെ CITU, ഇങ്ങനെ പലതരം ചേരികൾ. ഒടുവിൽ അച്യുതാനന്ദനും പിണറായി വിജയനും. കാരണം ഒരു എതിർപ്പോളുണ്ട് കേന്ദ്രീകരിക്കുക. ഇന്നിപ്പോ സ്ഥിതി അതല്ല. ഇന്നിപ്പോ ഒരു എതിർചേരിയില്ല. എതിർചേരി ജനങ്ങളാ. കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞതുപോലെ ജനങ്ങൾ പാർട്ടിയെ തിരുത്തും. ജനങ്ങൾ തിരുത്തുമെന്ന് എനിക്കറിയില്ല. തിരുത്താൻ പാർട്ടി തയ്യാറാവണ്ടേ? പാർട്ടി ആദ്യം ചെയ്യേണ്ടത് എന്താ? തോറ്റു എന്ന് സമ്മതിക്കില്ല. ശൈലജ ടീച്ചർ തോറ്റു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത്രയും ഭാഗ്യം, വലിയ തോൽവിയാണ്. പക്ഷെ ഇപ്പോഴും പറയുന്നത് എന്താ? ആരൊക്കെ കാരണം കൊണ്ട് നമ്മൾ തോറ്റു? ജനങ്ങൾ മോശമായതുകൊണ്ട് തോറ്റു. നമ്മൾ ചെയ്ത നല്ല കാര്യം ജനങ്ങൾ അറിഞ്ഞില്ല, നമ്മൾ പറഞ്ഞ നല്ല കാര്യം ജനങ്ങൾ അറിഞ്ഞില്ല. അത്രയ്ക്കും ഇപ്പോഴും ഒരാത്മപരിശോധന പോലും നടത്താൻ പാർട്ടി തയ്യാറല്ല. ഒരിക്കലും ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെയല്ല സഖാവെ വേണ്ടിയിരുന്നത് എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരാളുണ്ടോ? പറഞ്ഞാൽ പിന്നെ അയാൾ കാണുമോ? 51 വെട്ട് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എവിടെ തിരുത്താനാ? പ്രതിപക്ഷ നേതൃസ്ഥാനം വന്നു. എന്തേ പിണറായി വിജയൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ വീണ വിജയനെതിരെ വന്നു. പാർട്ടിക്കാരെ ഇറക്കി ED-യെ തല്ലിച്ചില്ലേ? ED-യുടെ കാർ ഇടിച്ചു വിളിക്കാൻ നോക്കിയില്ലേ? ആരെങ്കിലും തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ പോവില്ല എന്നുണ്ടെന്താ? ഇനി പോയാൽ ഇനിയും ആ പോയവരൊന്നും പിന്നെ പുറത്ത് വെളിച്ചം കാണില്ല. അതിന് ആരോ ED-യോ CBI-യോ ആരാ വരാന്ന് എനിക്കറിയില്ല. റോയോ UAP-യോ എന്തോ വരാന്ന് എനിക്ക് പറയാൻ പറ്റില്ല.
കാരണം അവര് കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്ഥാപനത്തിൽ ആളുകളെയാണ് ആക്രമിച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടി ചെയ്യാം. മാത്രമല്ല നിരവധി കേസുകളിൽ പാർട്ടിക്കാരിപ്പോ ഇവർ ചെയ്ത തെറ്റുകളുടെ ഫലമാണ്. ആലപ്പുഴയിലെ സുരക്ഷാ വീഴ്ചയുടെ കാര്യത്തിലാണെങ്കിലും അടക്കം നമ്മളിപ്പോ കണ്ടതല്ലേ. ശബരിമല വിഷയത്തിൽ ഇപ്പൊ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്തു, അതും പേടിച്ചിട്ട്. എന്താ കാര്യം? എന്താ പത്മകുമാറിനെ പുറത്താക്കാൻ ഇപ്പോഴും മടി? 90 ദിവസം ജയിലിൽ കിടന്ന് പത്മകുമാറിനെ അന്ന് പുറത്താക്കണ്ടേ? ആദ്യ ദിവസം പുറത്താക്കണ്ടേ? പുറത്താക്കാൻ പറ്റില്ല. ദൈവതുല്യരുണ്ട്. ഈ ദൈവതുല്യർ ആരാണ്? ആരാണ് ദൈവതുല്യർ? പത്മകുമാറിനെ പുറത്താക്കിയാൽ ആത്മഹത്യ വരുമെന്ന് പറഞ്ഞപ്പോ പാർട്ടി ഞെട്ടിവരച്ച് പത്മകുമാറെ ക്ഷമിക്കുക കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൂടെ നിർത്തി. ഈ പത്മകുമാറിനെതിരെ ശിക്ഷാ നടപടി വന്നാൽ പാർട്ടി എന്ത് ചെയ്യും? പരമാവധി നോക്കും. പക്ഷെ ഇനിയിപ്പോ അങ്ങനെ അത്ര നോക്കാൻ പറ്റുന്ന കാലാവസ്ഥയല്ല ഉള്ളത്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? പത്മകുമാറിനെ ശിക്ഷിച്ചാൽ പാർട്ടി നടപടി എടുക്കും? എനിക്ക് തോന്നുന്നില്ല. നടപടി എടുത്താൽ അദ്ദേഹം എന്താ പറയാ, ആത്മകഥ എഴുതി വെച്ചേക്കാന്ന് പറയണേ, അത് പുറത്തുവിടും. പുറത്തുവിട്ടാൽ എന്ത് ചെയ്യും? നിരവധി കേസുകളിൽ ഇപ്പൊ കാഫിർ സ്ക്രീൻഷോട്ട് ഞാൻ പറഞ്ഞു വന്നത്, അന്നൊക്കെ ഇതിനെ ന്യായീകരിച്ചിരുന്നവർ ഇപ്പൊ PM ശ്രീ ഒപ്പിട്ട് ഇവിടെ വന്നിരുന്ന് ന്യായീകരിച്ചില്ലേ? PM ശ്രീ ഒപ്പിട്ട് ശരിയാണ്, LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് പറഞ്ഞ് ന്യായീകരിച്ചില്ലേ? ഇപ്പൊ ശൈലജ ടീച്ചറെ പേരാവൂർ കൊടുത്തപ്പോ എനിക്കറിയാം, അന്ന് പാർട്ടിയിലെ ഹാൻഡിലുകൾ അതിനെതിരെ മുറുമുറുപ്പ് പ്രകടിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലാണ് അല്പം എന്തെങ്കിലും ചെയ്യണേ, ഏതെങ്കിലും പോരാടി ഷാജിമാരോ ആയങ്കിമാരോ ഒക്കെയാണ് ചെയ്യണേ. പക്ഷെ പാർട്ടി ന്യായീകരിച്ചെന്താ? പേരാവൂർ പിടിക്കാൻ വിട്ടതാണ്. പേരാവൂർ പിടിക്കാൻ പോയപ്പോ തളിപ്പറമ്പും പയ്യന്നൂരും പോയി, ധർമ്മടം തോറ്റമാരിയായി, അല്ലെങ്കിൽ മട്ടന്നൂര് ജയിച്ച സ്ഥലത്ത് കഷ്ടിയായി, കല്യാശ്ശേരിയിൽ വോട്ട് ഗൗരവമായി കുറഞ്ഞു, തൃക്കരിപ്പൂര് തോറ്റു. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഇതിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ച് വോട്ട് ചെയ്തതാണ് എന്നാണ് പാർട്ടി ഇനിയും കണക്കാക്കുന്നതെങ്കിൽ ആ കഷ്ടം എന്നേ പറയാനുള്ളൂ. കാരണം എവിടെ തെറ്റുപറ്റിയെന്ന് അടിസ്ഥാനപരമായി തിരുത്താൻ ശ്രമിക്കുന്നില്ല പാർട്ടി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഉപനേതാവിന്റെ വിഷയത്തിൽ ഇങ്ങനെ തർക്കം നടക്കുന്നത്, LDFനെ പോലും ഒന്നിച്ച് നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴുള്ള സർക്കാരിനെതിരെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിയമസഭയിൽ ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോവുക ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവരൊരു മാസം ആവണേയുള്ളൂ, അവരും കൊണ്ടുപോകും. കാരണം കുറെ ജനപ്രിയ പദ്ധതികളൊക്കെ വന്നാൽ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കൊന്നുമില്ല. പഴയ പോലെ വഴി മുടക്കാനോ പദ്ധതി മുടക്കാനോ ഒക്കെ പോയാൽ നിങ്ങളുടെയും പണി തരും. നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ട് അവർ തിരിച്ചു കാണിക്കണേ, കണ്ടോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും ഏതർത്ഥത്തിലും CPM നന്നാവണമെങ്കിൽ ആദ്യം അടിസ്ഥാനപരമായി തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നും പബ്ലിക്കിനോട് പരസ്യമായി പറയണം. അത് പറയാത്തടത്തോളം ശൈലജ ടീച്ചർക്ക് വേണമെങ്കിൽ പറയാം, ശൈലജ ടീച്ചർക്ക് ഇനി ചിലപ്പോൾ ഇനി വലിയ മോഹമൊന്നും ഉണ്ടാവില്ല, ഇതോടുകൂടി തീർന്നു എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിലും പാർട്ടിന് എത്ര കാലം നിൽക്കുന്നവർക്കൊരു ഉറപ്പില്ല, അതും ആവാം, എനിക്കറിയില്ല. ഏതായാലും പാർട്ടി തിരുത്താൻ തയ്യാറാവും എന്ന് ഒരു സൂചനയും ഇതുവരെയില്ല.